പരിണാമ സിദ്ധാന്തം ഡാർവിൻ അവതരിപ്പിക്കുന്നതിന് മുൻപ്, അങ്ങനെ അവതരിപ്പിക്കുന്നത് 1859 ഒരു പുസ്തക രൂപത്തിലൂടെ ആണ് ഡാർവിൻ അവതരിപ്പിക്കുന്നത്. അതിന് ഒരു വർഷം മുൻപ് ഡാർവിൻ കണ്ടെത്തിയതും ആൽഫ്രഡ് റസൽ വാലസ് കണ്ടെത്തിയതും കൂടി ചേർത്തുകൊണ്ട് ഒരു ശാസ്ത്രീയ പ്രബന്ധം എന്ന രീതിയിൽ ശാസ്ത്രജ്ഞരുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു പുസ്തക രൂപേണ വരുന്നത് 1859 അങ്ങനെ വരുന്നതിന് മുൻപ് വരെ ലോകത്തെമ്പാടും കരുതിയിരുന്നത് ഈ ലോകത്തുള്ള ജീവജാലങ്ങളെല്ലാം മനുഷ്യനുൾപ്പെടെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഓരോ ജീവജാലങ്ങളും ഇങ്ങനെ ദൈവം ഇരുന്ന് സൃഷ്ടിച്ചുണ്ടാക്കി എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ഡാർവിൻ ജീവജാലങ്ങളിൽ ഒരു ദൈവത്തിൻ്റെ സഹായമില്ലാതെ തന്നെ പരിണമിച്ചുണ്ടാവാം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചതോടുകൂടി ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ട് മതങ്ങൾ പറഞ്ഞ കഥകളെല്ലാം തന്നെ വെള്ളത്തിലായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതാണ് മതദൈവങ്ങളുടെ ശവപ്പറമ്പ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ അല്ല, പരിണാമം ശരിയാവുന്നത് കൊണ്ട് ദൈവത്തിനും ആ ബസ്സിനകത്തൊരു സീറ്റുണ്ട് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അത് ഡിസ്കഷനുള്ളൊരു വകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ബാക്കി ജീവികളെ ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും മനുഷ്യനെ ദൈവമാണോ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യമാണല്ലോ ഏറ്റവും പ്രസക്തം. പല മത കഥകളിലും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടിയിട്ട് ആഹാരത്തിനായിട്ട് ജീവനുണ്ടാക്കി അല്ലെങ്കിൽ ചെടികളെ ഉണ്ടാക്കി തുടങ്ങിയ കഥകളാണ്. അപ്പോൾ ഈ ചെളി കൊഴിച്ചുണ്ടാക്കി എന്നുള്ള സിദ്ധാന്തമുണ്ട്. ഇന്നത്തെ കാലത്താണ് എഴുതിയിരുന്നെന്നുണ്ടെങ്കിൽ ഒരു 3D പ്രിന്റ് ചെയ്ത മനുഷ്യനുണ്ടാക്കുന്ന ഒരു ദൈവമായിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം ഊതുക എന്നുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഈ ചെളി കൊണ്ടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അന്ന് കാലത്ത് മൺകലങ്ങളും പ്രതിമകളും അന്ന് അവർ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് ആ ഒരു രീതിയിലാണെന്നുള്ളതാണ്. ദൈവങ്ങളുടെ ഇപ്പോൾ ഹിന്ദുമതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ദൈവങ്ങളുടെയൊക്കെ രൂപം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ആന്ത്രോപ്പോമോർഫിക് ദൈവങ്ങളാണ്. കണ്ണും മൂക്കും കാലും കിരീടവും കവചകുണ്ടലങ്ങളും അതുപോലെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള സാധാരണ ദൈവങ്ങളാണ്. അതുകൊണ്ടാണ് മതദൈവങ്ങൾ എന്നെടുത്ത് പറഞ്ഞത്. ഈ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവങ്ങൾക്കൊക്കെ മനുഷ്യരൂപവും അതുപോലെയുള്ള കാര്യങ്ങളുമാണ്. അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പരിണാമ സിദ്ധാന്തം, ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വിശദീകരിച്ച് തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ മതകഥകൾക്കൊന്നും വലിയ വാലിഡിറ്റി ഇല്ല. ഏറ്റവും കൂടുതൽ ശക്തമായ മതത്തിന്റെ ഇടപെടലുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മതം പേടിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് പരിണാമ സിദ്ധാന്തം എന്നുള്ളത്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പരിണാമത്തിന്റെ വീഡിയോകളുടെ താഴെയുള്ള കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവർക്കൊക്കെ പേടിയാണ്, അവരുടെ ദൈവം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറയാം, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് മതദൈവങ്ങളുടെ ഒരു ശവപ്പറമ്പാണ്. അപ്പോൾ അല്ല ഇതെങ്ങനെ ഉണ്ടായി അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ തോന്നുന്നു. പരിണാമത്തിന്റെ കാഴ്ചപ്പാട് ലോകത്തിന് ഞാൻ കാണുമ്പോൾ ജീവവർഗം ഉണ്ടാവുന്നു. ഏതൊരു ഘട്ടത്തിലാണ് മനുഷ്യനെന്നല്ല ഈ ജീവിവർഗത്തിൽ ലോജിക് അല്ലെങ്കിൽ യുക്തിപൂർവമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുന്നത് ശേഷം ദൈവം ഉണ്ടാവുന്നു. ശേഷം നമ്മൾ വീണ്ടും യുക്തിയിലൂടെ നമ്മൾ ഇന്നൊരു തീരുമാനത്തിലെത്തുന്നു. ഈ വിഷയത്തിൽ അതായത് അതിലൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലായി പരിണാമത്തിന്റെ ഏത് ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും യുക്തിചിന്ത കയറി വന്നിട്ടുണ്ടാവുക? വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ലോജിക് അല്ലെങ്കിൽ യുക്തിചിന്ത എന്നൊക്കെ പറയുന്ന കാര്യം അതുണ്ടായി വരണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മെമേലിയൻ ബ്രെയിൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ സസ്തനികൾ എന്ന് പറയുന്ന ജീവി വിഭാഗത്തിനെ എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ വികസിച്ച വളരെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു മസ്തിഷ്കം കാണാൻ കഴിയുന്നത്. കാര്യം മസ്തിഷ്കം കൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ജീവികളിലും അതിൻ്റെതായ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലോജിക്കുകൾ ഉണ്ടെങ്കിലും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല ജീവികൾക്കും തീ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ തീ കണ്ടാൽ ഓടിപ്പോവും. അതിനൊരു ബേസിക് അതിന് മുമ്പിലുള്ള എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ മനുഷ്യനായിരിക്കാം തീയിൽ നിന്ന് പൊള്ളി കഴിഞ്ഞതിന് ശേഷവും അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് തീ, എന്ത് വസ്തുക്കൾ കത്തിക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു ഫ്ലെയിം ആയിട്ട് മാറുന്നത്, എന്തുതരം കെമിക്കൽ റിയാക്ഷനാണ്, ഇങ്ങനെ യുക്തിപരമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ആദ്യം അത്യാവശ്യമായിട്ട് വേണ്ടത് മസ്തിഷ്കം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഒരു വികസിച്ച മസ്തിഷ്കമുള്ള ഒരു ജീവിയിൽ നിന്നായിരിക്കണം ഈ ലോജിക്കൽ തിങ്കിങ് ഒക്കെ തുടങ്ങിയെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം.